بسم الله الرحمن الرحيم. الله الذي جعل لكم الأنعام لتركبوا منها ومنها تأكلون ولكم فيها منافع ولتبلغوا عليها حاجة في صدوركم وعليها وعلى الفلك تحملون ويريكم آياته فأي آيات الله تنكرون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1649 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഗാഫിറിലെ 79 മുതൽ 81 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله الذي جعل لكم الأنعام لتركبوا منها ومنها تأكلون ولكم فيها منافع ولتبلغوا عليها حاجة في صدوركم وعليها وعلى الفلك تحملون ويريكم آياته فأي آيات الله تنكرون. صدق الله العلي العظيم. സൂറത്ത് ഗാഫിറിലെ 79 മുതൽ 81 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. തൊട്ടു മുമ്പുള്ള ആയത്തിലായിട്ട് അള്ളാഹു വളരെ സുപ്രധാനമായ ഒരു കാര്യം മക്കയിലെ നിഷേധികളെ കേൾപ്പിക്കുകയുണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ, അള്ളാഹു നിയോഗിച്ചയക്കുകയുണ്ടായ പ്രവാചകന്മാർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അതിന്റെ അഭിസംബോധനയുടെ സ്വഭാവം. ആ പ്രവാചകന്മാര് താങ്കൾക്ക് മുമ്പുള്ള ഒത്തിരി പ്രവാചകന്മാര് അവരെ കുറിച്ച് ഈ ഖുർആനിൽ താങ്കളോട് വിവരിച്ചു തന്നിട്ടുണ്ട്. വേറെ ചിലരെ പരാമർശിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരെ കുറിച്ച് വിവരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. എന്നാൽ ഈ പ്രവാചകന്മാരിൽ ഒരാളെപ്പോലും സ്വന്തം ഇഷ്ടം അനുസരിച്ച് ഒരു ആയത്ത് കാണിക്കാൻ സാധിക്കുന്നവരായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല. ഒരു പ്രവാചകനും ഒരു ദൈവിക ദൂതനും അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ഒരു ആയത്തും കാണിക്കാൻ കഴിയുന്നവനല്ല. ദൈവിക ദൃഷ്ടാന്തങ്ങളായിട്ട് പ്രവാചകന്മാർ ജനങ്ങളുടെ മുന്നിൽ കാണിക്കുന്നതൊക്കെയും തന്നെ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടിയുള്ള, അള്ളാഹു നിശ്ചയിച്ച പ്രകാരമുള്ള സംഗതികൾ മാത്രമാണ്. ഇതാണ് വസ്തുത. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവാചകത്വം അംഗീകരിക്കാൻ തങ്ങൾക്ക് ഇനിയും പല ദൃഷ്ടാന്തങ്ങളും വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കുതർക്കങ്ങളിൽ ഏർപ്പെടുകയും അദ്ദേഹത്തെ നേരിടുന്നതിന് വേണ്ടി പല ഉപജാപങ്ങൾ നടത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ദൈവിക ദൃഷ്ടാന്തങ്ങളായിരുന്നില്ല താല്പര്യം. അവര് എത്ര തന്നെ ആയാത്തുകൾ കാണിക്കപ്പെട്ടാലും ആ ആയാത്തുകൾ പോരാ, വേറെ ചില ആയാത്തുകൾ വേണം എന്ന സംസാരം നടത്തുന്ന ഒരു നിലപാടാണ് നമുക്ക് ആ ഘട്ടത്തിൽ അവർ പ്രദർശിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ഉൾക്കൊള്ളാൻ സന്നദ്ധതയില്ലായ്കയുടെ കാരണത്താൽ അവര് ചില അടിസ്ഥാനരഹിതമായ കാരണങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാധ്യതയുള്ള സകല ദൃഷ്ടാന്തങ്ങളും അവരുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടാലും
അവരത് അംഗീകരിക്കുകയില്ല. അള്ളാഹുവിന്റെ പ്രവാചകനെ ഉൾക്കൊള്ളാൻ, അദ്ദേഹത്തെ പിൻപറ്റാൻ അവരുടെ അഹന്ത അവരെ സമ്മതിക്കുകയുമില്ല. ഇതാണ് വസ്തുത. താങ്കൾക്ക് മുമ്പ് നിയോഗിക്കപ്പെട്ട ദൂതന്മാരായാലും അവരില് പലരെയും വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചതാണ്, പലരെ കുറിച്ചും വിവരണം നടത്തിയിട്ടില്ല. ഇതിൽ ഏത് പ്രവാചകന്റെ കാര്യത്തിലായാലും ഒരു പ്രവാചകനും ഒരു ദൈവിക ദൂതനും സ്വന്തം നിലക്ക് ഒരു ദൃഷ്ടാന്തം അവതരിപ്പിക്കുക എന്നത് സാധ്യമല്ല. അള്ളാഹുവിന്റെ അനുമതിയോടുകൂടിയല്ലാതെ ഒരു ആയത്തും കാണിക്കാൻ കഴിയുകയില്ല. അള്ളാഹുവിന്റെ കൽപ്പന വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സത്യത്തിന്റെയും നീതിയുടെയും ന്യായത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇവരുടെ കാര്യത്തിൽ തീരുമാനം കൽപ്പിക്കപ്പെടും. അള്ളാഹുവിന്റെ ഉത്തരവുണ്ടാവും. ആ ഘട്ടത്തില് ഈ അബദ്ധ വിശ്വാസങ്ങളുമായി നടന്ന ആളുകൾ, അല്ലെങ്കിൽ അസത്യവാദികളായ ആളുകൾ, അവര് നെടും ഖേദം ഉള്ളവരായി മാറുകയല്ലാതെ അവരെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു പോംവഴിയും ഉണ്ടാവുകയില്ല എന്നാണ് അള്ളാഹു കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തിലായിട്ട് വ്യക്തമാക്കുകയുണ്ടായത്. 78ാമത്തെ ആയത്ത് അങ്ങനെ ഒരു സുപ്രധാനമായ കാര്യം പ്രസ്താവിക്കുകയാണ്. അതിനെ തുടർന്നാണ് അള്ളാഹു നിങ്ങൾ എന്തിന് ദൈവിക ദൃഷ്ടാന്തങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു? നിങ്ങളുടെ കൺമുന്നിൽ, നിങ്ങളുടെ ചുറ്റുപാടുമായി, നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾ ഒട്ടേറെ ദൈവിക ദൃഷ്ടാന്തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണല്ലോ. എന്നിട്ട് അവയെ ഉൾക്കാഴ്ചയോടുകൂടി കാണാൻ ശ്രമിക്കാതെ നിങ്ങൾ എന്തിന്റെ പേരിലാണ് ദൃഷ്ടാന്തങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു ചോദ്യമാണ് അള്ളാഹു ഈ ആയത്തുകളിലായിട്ട് പരോക്ഷമായിട്ട് ഉന്നയിക്കുന്നത്. ഈ 79 മുതൽ 81 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുന്നത് കാണാം. അത് നേരിട്ടൊരു ചോദ്യമായിട്ട് ഉന്നയിക്കുകയല്ല. ആ ഒരു ചോദ്യം ഈ 3 ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട കാര്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ കൺമുന്നിൽ തെളിഞ്ഞു വരും. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അൻആമ, അള്ളാഹു പറയുന്നത് ശ്രദ്ധിക്കുക. 79ാമത്തെ ആയത്ത് തുടങ്ങുന്നത് അങ്ങനെയാണ്. അള്ളാഹുവാണ് നിങ്ങൾക്കായിട്ട് കന്നുകാലികളെ സൃഷ്ടിച്ചു തരികയുണ്ടായത്. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അൻആമ, അൻആമിനെ നിങ്ങൾക്കായിട്ട് രൂപകൽപ്പന ചെയ്ത് സൃഷ്ടിച്ചു തന്നിട്ടുള്ളത് അള്ളാഹുവാണ്. മനുഷ്യനെ ഭൂമുഖത്തേക്ക് നിയോഗിച്ചയക്കുന്നതിന് മുമ്പായി തന്നെ ഭൂമിയെ എല്ലാ നിലക്കും രൂപകൽപ്പന ചെയ്ത് അതിനെ സജ്ജമാക്കിയ കാര്യം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതിലെ ജീവജാലങ്ങളെയും സസ്യവർഗങ്ങളെയും തുടങ്ങി സകലതിനെയും അള്ളാഹു ഈ ഭൂമുഖത്ത് വിന്യസിപ്പിച്ചിരുന്നു എന്ന കാര്യം വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി അള്ളാഹു ചെയ്തു വെച്ചിട്ടുള്ള, സജ്ജീകരിച്ചിട്ടുള്ള, ഒരുക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെയും തന്നെ. കൂട്ടത്തിൽ ശ്രദ്ധ പതിയേണ്ട ഒന്നാണ് കന്നുകാലികൾ. എങ്ങനെയാണ് കന്നുകാലികൾ പ്രസക്തമാകുന്നത്? നമ്മൾ സാധാരണ കന്നുകാലികൾ എന്ന് പറഞ്ഞാൽ ആട്, മാട്, ഒട്ടകം എന്നാണ് അതിന് വിശദീകരണം കൊടുക്കാറുള്ളത്. ഈ കാറ്റഗറിയിൽ ഉള്ള എല്ലാ മൃഗങ്ങളും തന്നെ മനുഷ്യന് വിധേയപ്പെട്ട് ജീവിക്കുന്ന, ഇണക്കം കാണിക്കുന്ന ജീവികളാണ്. വന്യജീവികളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ പ്രകൃതമാണ് അൻആം എന്ന വിഭാഗത്തിൽപ്പെടുന്ന മൃഗങ്ങൾക്കുള്ളത്, കന്നുകാലികൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന മൃഗങ്ങൾക്കുള്ളത്. അവയെ നമുക്ക് മെരുക്കിയെടുക്കാം, കൂടെ പോറ്റി വളർത്താം, അവയെ കൊണ്ട് പല സേവനങ്ങളും നേടാം, അവയെ പ്രയോജനപ്പെടുത്താം, അവയുടെ മാംസം ഭക്ഷിക്കാം, അവരുടെ തൂവൽ പ്രയോജനപ്പെടുത്താം, അവരുടെ കാഷ്ടം പോലും മനുഷ്യന് കാർഷിക ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സംഗതിയാണ്. കന്നുകാലികൾ മനുഷ്യ ജീവിതവുമായിട്ട് അത്രയും ഇണങ്ങിച്ചേർന്ന് കഴിയുന്ന സൃഷ്ടികളാണ്. കൈകാലുകളും
തലയും ദഹന വ്യവസ്ഥയും പ്രത്യുൽപാദന വ്യവസ്ഥയും ഒക്കെയുള്ള എത്രയോ ജീവജാലങ്ങള് മനുഷ്യനോട് ഇണക്കമില്ലാത്ത എന്നും വന്യമായി തന്നെ കഴിയുന്ന വളരെ അപകടകരമായ സ്വഭാവമുള്ള ജീവികളായിട്ട് നമ്മുടെ ഭൂമുഖത്ത് നമുക്ക് ധാരാളം കാണാൻ കഴിയുന്നുണ്ട്. സിംഹവും കരടിയും പുലിയും പോലെയുള്ള ജീവജാലങ്ങൾ, അങ്ങനെയുള്ള വന്യമൃഗങ്ങൾ, ഇവയും പല നിലക്കും കന്നുകാലികളുമായിട്ട് കാഴ്ചയിൽ ഒരുപാട് താരതമ്യമുള്ള ജീവികളാണ്, സൃഷ്ടികളാണ്. പക്ഷെ ഇവയുടെ പ്രകൃതം തീർത്തും വ്യത്യസ്തമാണ്. പശുവിന്റെ ശരീരത്തിൽ പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, അതേപോലെ സിംഹത്തിന്റെ ശരീരത്തിലും പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതുപോലെ വന്യമൃഗങ്ങളുടെയൊക്കെ സസ്തനികളായ വന്യമൃഗങ്ങൾക്കൊക്കെ തന്നെ പാൽ ഉൽപ്പാദിപ്പിക്കാന് ശേഷിയുണ്ട്. പക്ഷെ ഇവയുടെ ഒന്നും പാല് മനുഷ്യന് കന്നുകാലികളുടെ പാല് പ്രയോജനപ്പെടുന്ന പോലെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയില്ല. അവയെ ഒരിക്കലും തന്നെ മനുഷ്യന് ഇണങ്ങുന്ന വിധത്തിൽ കൈകാര്യം ചെയ്തു കൊണ്ടുപോവുക എന്നത് സാധിക്കുന്ന ഒരു കാര്യമല്ല. വളരെ വ്യത്യസ്തമായ ഒരു പ്രകൃതമാണ് അവർക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. അപ്പൊ കന്നുകാലികളെ നിങ്ങൾക്കായി അള്ളാഹു സൃഷ്ടിച്ചു തന്നിരിക്കുന്നു എന്നിവിടെ പറയുന്നല്ലോ. അള്ളാഹുല്ലദീ ജഅല ലക്കുമുൽ അൻആമ, അൻആമിനെ നിങ്ങൾക്കായിട്ട് സൃഷ്ടിച്ചു തന്നിട്ടുള്ളത് അള്ളാഹു ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. ആ പറയുന്നത് എത്ര ഗംഭീരമായ ആഴത്തിലുള്ള ആശയം ഉൾക്കൊള്ളുന്നതാണ് എന്നത് ആലോചിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. മനുഷ്യ ജീവിതം എത്ര വ്യാപ്തിയിലും ആഴത്തിലുമാണ് ഈ കന്നുകാലികളെ അല്ലെങ്കിൽ ഈ ലൈവ് സ്റ്റോക്ക് എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിന് ഏറ്റവും ഏറെ ആവശ്യമായ ഈ ജീവജാലങ്ങളെ എത്ര വ്യാപ്തിയിലാണ് മനുഷ്യൻ ആശ്രയിക്കുന്നത് എന്നതൊന്ന് ആലോചിച്ച് നോക്കൂ. കേവലം പാലും മാംസവും അതുപോലെ അവയുടെ കാഷ്ടവും പ്രയോജനപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അതിന്റെ തോലും രോമവും ഒക്കെ പ്രയോജനപ്പെടുത്തുന്ന, അതിൽ പരിമിതമല്ല. മനുഷ്യന്റെ ജീവിത വ്യവസ്ഥ, സാമ്പത്തിക വ്യവസ്ഥ, കാർഷിക സംവിധാനങ്ങൾ, ഇതൊക്കെ തന്നെ ഈ കന്നുകാലികളെ ആശ്രയിച്ചു കൊണ്ടുള്ളതാണ്. അവ തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. കാർഷിക വ്യവസ്ഥയിലെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന, നമ്മള് വിളവെടുത്തു കഴിഞ്ഞാൽ, നമുക്ക് ആവശ്യമുള്ള എടുത്തു കഴിഞ്ഞാൽ ബാക്കിയാവുന്ന പലതും ഉണ്ടല്ലോ, വൈക്കോല് പോലെയുള്ള സംഗതികൾ. ഇതൊക്കെയും കന്നുകാലികൾക്ക് ആവശ്യമുള്ളതാണ്. കന്നുകാലികളുടെ ചാണകം പോലെയുള്ള വിസർജ്യങ്ങൾ കാർഷിക ആവശ്യത്തിന് വളരെയേറെ പ്രയോജനമുള്ളതാണ്. കന്നുകാലികളെ നമ്മൾ കാർഷിക ആവശ്യത്തിന് നിലം തയ്യാറാക്കാൻ വേണ്ടിയൊക്കെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇപ്പോ അതിൽ പലതും യന്ത്രങ്ങൾ റീപ്ലേസ് ചെയ്ത് കാണും. എന്നാൽ പോലും അവയൊക്കെ ഒരുപാട് നൂറ്റാണ്ടുകൾ മനുഷ്യൻ, അല്ലെങ്കിൽ ഒരുപാട് സഹസ്രാബ്ദങ്ങൾ തന്നെ മനുഷ്യൻ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും ആ സാധ്യത പരിമിതമായ നിലക്ക് നിലനിൽക്കുന്നുണ്ടല്ലോ. പലയിടങ്ങളിലും ഇപ്പോഴും ഈ യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടിയുള്ള കൃഷി പ്രചാരത്തിൽ വന്നിട്ടില്ലാത്തടത്തും പ്രായോഗികമല്ലാത്തടത്തും ഒക്കെ ഇപ്പോഴും ഈ കന്നുകാലികളെ തന്നെയാണ് മനുഷ്യൻ ആശ്രയിക്കുന്നത്. കന്നുകാലികൾക്ക് ഈ വിധത്തിലുള്ള മനുഷ്യനുമായി മെരുകുന്ന, ഇണങ്ങിച്ചേരുന്ന ഒരു പ്രകൃതം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ മനുഷ്യൻ ഇവയെ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യരുടെ കൂട്ടത്തിൽ ആരുടെയെങ്കിലും വൈദഗ്ധ്യം കൊണ്ടല്ല, അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകൾ കൊണ്ടോ ശാസ്ത്രം എന്തെങ്കിലും ചെയ്തത് കൊണ്ടോ ഒന്നുമല്ല കന്നുകാലികൾക്ക് മനുഷ്യരുമായി ഇണങ്ങുന്ന ഈ പ്രകൃതം ഉണ്ടായിട്ടുള്ളത്. സ്വോദ്ദേശ്യപരമായിട്ട് മനുഷ്യന്റെ ആവശ്യത്തിനു വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചതാണ് എന്ന് അള്ളാഹു ഇവിടെ തെളിച്ചു പറയുമ്പോൾ അല്ല എന്ന് പറയാൻ ആർക്ക് സാധിക്കും എന്നതാണ്
ഇവിടെ ഉയർന്നു വരുന്ന ഒരു ചോദ്യം. എന്തേ നിങ്ങൾക്ക് കന്നുകാലികള് അള്ളാഹുവിനെ ബോധ്യപ്പെടാൻ ആവശ്യമായ ദൃഷ്ടാന്തങ്ങളാവുന്നില്ലേ എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിൽ ഉയരേണ്ട ഒരു ചോദ്യം. അപ്പോ അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അൻആമ, നിങ്ങൾക്കായിട്ട് കന്നുകാലികളെ സൃഷ്ടിച്ചു തന്നിട്ടുള്ളവൻ അത് അള്ളാഹുവാണ്, നിങ്ങളുടെ റബ്ബായ അള്ളാഹുവാണ്. ഈ ഭൂമിയെ അവൻ സജ്ജീകരിക്കുന്നതിന്റെ ഭാഗമായി, മനുഷ്യവാസത്തിനായിട്ട് ഈ ഭൂമിയെ സജ്ജീകരിക്കുന്നതിന്റെ ഭാഗമായി അള്ളാഹു ഭൂമിയിൽ വന്യമൃഗങ്ങളെ മാത്രമല്ല മനുഷ്യന് പ്രയോജനപ്പെടുന്ന ഇത്തരം മൃഗങ്ങളെ കൂടി ഇവിടെ സൃഷ്ടിച്ചു വെക്കുകയും സജ്ജമാക്കുകയും ചെയ്തു എന്നത് നമ്മുടെ ചിന്തയും ശ്രദ്ധയും ഒക്കെ പതിയേണ്ട വിഷയമാണ് എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. നിങ്ങൾ ആയത്തുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കന്നുകാലികളിൽ നിങ്ങൾക്ക് ദൈവിക സാന്നിധ്യം വായിച്ചെടുക്കാൻ സാധിക്കുന്ന ആയത്തുകൾ ലഭിക്കുന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ കന്നുകാലികൾ ഈ വിധത്തില് സൃഷ്ടിക്കപ്പെട്ടവയായിരുന്നില്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതം എത്ര ദുസ്സഹമാവുമായിരുന്നു. മനുഷ്യൻ എത്രയേറെ പ്രയോജനകരമായതാണ് ഈ കന്നുകാലികൾ ഈ വിധത്തിലുള്ള ഈ പ്രകൃതമുള്ളവയായതുകൊണ്ട് എന്നത് മനുഷ്യൻ ആലോചിക്കാൻ കൂട്ടാക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പ്രപഞ്ച സ്രഷ്ടാവായ അള്ളാഹു മനുഷ്യനായി ചെയ്തു വെച്ചിട്ടുള്ള ഈ അനുഗ്രഹം അവനെ തിരിച്ചറിയാനുള്ള ഒരു ദൃഷ്ടാന്തം കൂടിയായിട്ട് മാറും എന്നതാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യം. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അൻആമ, എന്തിനു വേണ്ടിയാണ്? ലിതർകബൂ മിൻഹാ, നിങ്ങൾ അവയുടെ മേൽ സവാരി ചെയ്യുകയാണ്. നിങ്ങൾക്ക് സവാരി ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ പറഞ്ഞാൽ കേൾക്കുന്ന അനുസരണമുള്ള ജീവികളായിട്ട് അള്ളാഹു അതിനെ രൂപപ്പെടുത്തി എന്നാണല്ലോ അതിന്റെ അർത്ഥം. എന്തുകൊണ്ടാണ് കന്നുകാലികളുടെ കൂട്ടത്തിൽ ഏതിനേക്കാളും വേഗതയിൽ ഓടാൻ കഴിയുന്ന വന്യജീവികൾ മനുഷ്യന് വാഹനമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റാത്തത്? ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഓടുന്നത് ഒരുപക്ഷെ മനുഷ്യന് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന കുതിരയായിരിക്കണം. കുതിരയെക്കാളൊക്കെ വേഗത്തിൽ ഓടാൻ കഴിയുന്ന വന്യമൃഗങ്ങളുടെ കൂട്ടത്തിൽ ചിലതൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് വേട്ടയാടാൻ ഈ കന്നുകാലി വർഗത്തിൽപ്പെട്ട മൃഗങ്ങളെ വേട്ടയാടാനൊക്കെ ഈ വന്യമൃഗങ്ങൾക്ക് സാധിക്കുന്നത്. അപ്പൊ മനുഷ്യന് എന്തുകൊണ്ട് അതിവേഗം കുതിച്ചോടാൻ കഴിയുന്ന ഈ വന്യമൃഗങ്ങൾ വാഹനമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ല? അള്ളാഹു സൃഷ്ടിച്ച കന്നുകാലികളെ അവന് വാഹനമായിട്ട് പ്രയോജനപ്പെടുത്താൻ പറ്റുകയും ചെയ്യുന്നു. എല്ലാറ്റിനെയും അല്ല, പരിമിതമായ അർത്ഥത്തിൽ എല്ലാ കന്നുകാലികളെയും വാഹനമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ വാഹനമായിട്ട് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് വളരെ ഒരു ചെറിയ നിരീക്ഷണത്തിൽ തന്നെ ബോധ്യപ്പെടുന്ന ജീവികളാണ്, സൃഷ്ടികളാണ് കുതിര പോലെയുള്ള ഈ വർഗത്തിൽപ്പെട്ട ഡൊമസ്റ്റിക് ആനിമൽസിൽപ്പെട്ട ജീവികൾ. കുതിരയുടെ സൃഷ്ടിപ്പൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് അതിന്റെ പേശികള്, അതിന്റെ കാലുകള്, അതിന്റെ ചലന രീതി, അതിന്റെ പ്രകൃതം, മനുഷ്യന്റെ ആജ്ഞ അനുസരിച്ച് കുതിച്ചോടാൻ എന്ത് ഇൻസെന്റീവാണ് കുതിരക്കുള്ളതെന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപാട് ഓടിക്കെതച്ച് തളർന്നിട്ട് മനുഷ്യൻ ഭക്ഷണം കൊടുക്കുന്നു എന്ന ഒരു സംഗതി ഉണ്ട് എന്നതല്ലാതെ ലക്ഷ്യത്തിലേക്ക് ഓടാൻ കുതിരക്ക് ഓൺ ഇറ്റ്സ് ഓൺ ആയിട്ട് എന്ത് പ്രേരണയാണുള്ളത്? പലപ്പോഴും യുദ്ധഘട്ടങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മനുഷ്യന്റെ വാശിയോ യുദ്ധവീര്യമോ ഒക്കെ കാരണമായിട്ട് അപകടങ്ങളിലേക്ക് എടുത്തു ചാടുകയാണ് കുതിര. ആർക്കു വേണ്ടി? അതിന് എന്ത് പ്രേരണയാണ്, എന്ത് ഇൻസെന്റീവാണ് അതിനുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ ഈ ജീവജാലങ്ങൾക്ക് മനുഷ്യൻ ഈ വിധത്തിൽ പ്രയോജനപ്പെടുന്ന വിധത്തിൽ അതിനു വേണ്ടിയായിട്ട് അവയുടെ പ്രകൃതത്തെ അള്ളാഹു രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്നതാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്ന കാര്യം. അങ്ങനെ പ്രകൃതം നൽകപ്പെട്ടിട്ടില്ലാത്ത മൃഗങ്ങളാണ് വന്യമൃഗങ്ങൾ. അവയെ മനുഷ്യൻ ആ നിലക്ക് പ്രയോജനപ്പെടുത്താൻ സാധാരണഗതിയിൽ സാധിക്കില്ല. അപൂർവമായിട്ടൊക്കെ ആരെങ്കിലും പരിശീലിപ്പിച്ചെടുത്താൽ, അതും ജീവൻ അപകടപ്പെടുത്തുന്ന വിധത്തില്
ഒരു പരിശീലന പ്രക്രിയയിലൂടെയൊക്കെ കടന്നുപോയാൽ ഒരു പക്ഷെ ചിലതിനെയൊക്കെ സാധിച്ചെന്ന് വരും. അതും ഒരു പരിമിതമായ അളവിൽ മാത്രം. അതും വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഒരു ഡൊമസ്റ്റിക് ആനിമലിനെ പോലെ വീട്ടിന്റെ പരിസരത്തോ കുട്ടികളൊക്കെ ഉള്ളിടത്തോ ഒന്നും തന്നെ ഈ വന്യമൃഗങ്ങളെ ആ നിലക്ക് നമുക്ക് ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നിർത്തി പോകാൻ കഴിയില്ല. അപൂർവമായിട്ട് വല്ല സർക്കസ് വേദികളിലൊക്കെ ഉപയോഗപ്പെടുത്തപ്പെടുന്ന വിധത്തില് അവയെ മെരുക്കിയെടുത്ത് പ്രയോജനപ്പെടുത്തുന്നുണ്ടാകും എന്നേ ഉള്ളൂ. അതൊരു പൊതുവായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന പ്രകൃതമുള്ള ജീവികളല്ല അതൊന്നും തന്നെ. പക്ഷെ കന്നുകാലികളുടെ കാര്യം ആലോചിച്ച് നോക്കൂ. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അൻആമ, എന്തിനാണ് നിങ്ങൾക്കായിട്ട് അള്ളാഹു കന്നുകാലികളെ സൃഷ്ടിച്ചൊരുക്കി വെച്ചിട്ടുള്ളത്? ലിതർകബൂ മിൻഹ, നിങ്ങൾ അവയുടെ മേൽ സവാരി ചെയ്യുന്നതിനു വേണ്ടി. വമിൻഹ തഅകുലൂൻ, നിങ്ങൾ അവയെ ഭക്ഷിക്കുന്നതിനും വേണ്ടി. രണ്ട് വളരെ വ്യത്യസ്തങ്ങളായ പ്രകൃതങ്ങൾ അല്ലെങ്കിൽ പ്രയോജനങ്ങൾ മനുഷ്യന് ഈ കന്നുകാലികളിൽ നിന്നുണ്ട്. ഒന്ന്, അവയെ നിങ്ങൾക്ക് വാഹനമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നു. മറ്റൊന്ന്, അവയെ ഭക്ഷിക്കാൻ പറ്റുന്നു, അവയുടെ മാംസം. അപ്പോ ഭക്ഷ്യ ആവശ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താനും യാത്രാ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താനും ഒക്കെ പറ്റുന്ന വിധത്തില് അവൻ കന്നുകാലികളെ രൂപകൽപ്പന ചെയ്ത് നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുകയാണ്. അതാ അള്ളാഹുവാണ്. ഇതൊന്നും നമ്മളിൽ പെട്ട ആരെങ്കിലുമോ ശാസ്ത്രമോ അതുപോലെയുള്ള ഏതെങ്കിലും ഏജൻസിയോ ഒന്നും ചെയ്തതല്ല. ഇതൊക്കെ മനുഷ്യവാസം ഭൂമുഖത്ത് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള സംഗതിയാണ് എന്നതാണ് ഖുർആൻ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ തർക്കബൂ മിൻഹ, നിങ്ങൾ അവയെ വാഹനമായിട്ട് പ്രയോജനപ്പെടുത്തുന്നതിന്, അതുപോലെ വമിൻഹ തഅകുലൂൻ, നിങ്ങൾ അതിൽ നിന്ന് തിന്നുകയും ചെയ്യുന്നു. കന്നുകാലികളുടെ മാംസം നിങ്ങൾ ഭക്ഷ്യ ആവശ്യത്തിനായിട്ട് പ്രയോജനപ്പെടുത്തുന്നു. ഇവിടെ ലി തർക്കബൂ മിൻഹ എന്ന് പറഞ്ഞ റക്കിബ എന്ന അറബി വാക്കുന്നാണ് ഇത് വരുന്നത്. റക്കിബ എന്ന് പറഞ്ഞ വാഹനത്തിന്റെ പുറത്ത് കയറി എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ വാഹനത്തിന് മർക്കബ് എന്ന് പറയാറുണ്ട്. കയറിയിരിക്കാൻ എന്നിട്ട് യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ശകടം, അതിനാണ് മർക്കബ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഈ റൂട്ടിൽ നിന്ന് വരുന്നതാണ്. ലി തർക്കബൂ, നിങ്ങൾ അവയുടെ മേൽ കയറിയിട്ട് വെറുതെ കയറി അങ്ങനെ ഇരിക്കാനല്ല, സിംഹാസനം പോലെ അങ്ങനെ ഇരിക്കാനല്ല, പ്രയോജനപ്പെടുത്തി ഇങ്ങനെ സവാരി ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതിനു വേണ്ടിയും അതുപോലെ മനുഷ്യന്റെ സഞ്ചാരത്തിനുള്ള സാധ്യതകൾ തുറന്നു തരികയാണ്. ഒരുപാട് നൂറ്റാണ്ടുകള് മനുഷ്യന് അങ്ങനെയുള്ള സാധ്യതകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യന്ത്രവൽകൃത വാഹനങ്ങളൊക്കെ വളരെ സമീപകാലത്താണ് മനുഷ്യൻ പ്രയോജനപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. അതുപോലെ കപ്പലുകൾ, കടലിലൂടെ സഞ്ചരിക്കുന്ന, ആകാശത്തിലൂടെ നീങ്ങുന്ന വാഹനങ്ങൾ, ഇതൊക്കെ മനുഷ്യ നാഗരികതയുടെ അല്ലെങ്കിൽ മനുഷ്യോൽപത്തിയുടെ തുടക്കം മുതൽ നമ്മൾ പരിഗണിക്കുമ്പോൾ പിന്നിട്ട കാലഘട്ടത്തിന്റെ വളരെ തുച്ഛമായ ഒരു കാലത്ത് മാത്രമാണ് ഈ മൃഗങ്ങളൊന്നും അല്ലാത്ത യന്ത്രവൽകൃത വാഹനങ്ങളുടെ സാധ്യതകൾ തെളിഞ്ഞു വന്നത്. വളരെ കുറഞ്ഞ കാലമേ ആയിട്ടുള്ളൂ. അപ്പോൾ മനുഷ്യ നാഗരികതയുടെ സുദീർഘമായ കാലഘട്ടങ്ങൾ മനുഷ്യൻ ആശ്രയിച്ചിരുന്നത് ഈ മൃഗങ്ങളെയായിരുന്നു എന്നതാണ് വസ്തുത. ലി തർക്കബൂ മിൻഹ വമിൻഹ തഅകുലൂൻ, ഈ പ്രയോജനങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇപ്പോ വല്ല ഈ മലനിരക്കുകളിലൊക്കെ പോയാൽ, ഹിമാലയ പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. കശ്മീരിലൊക്കെ പോയ ആളുകൾ അവിടെ ഈ ഹിമാലയത്തിനോട് അടുത്ത ഇടങ്ങളിൽ ഇപ്പോഴും സഞ്ചാരികൾ കുതിരകളെയും ആ കാറ്റഗറിയിൽ പെടുന്ന കോവർ കഴുത പോലെയുള്ളതിനെയൊക്കെ വാഹനമായിട്ട് പ്രയോജനപ്പെടുത്തുന്ന ഒരു നിത്യക്കാഴ്ച നമുക്ക് ഇന്നും കാണാൻ സാധിക്കും. വലക്കും ഫീഹ മനാഫിയോ, നിങ്ങൾക്ക് ഇവയില് ഈ കന്നുകാലികളിൽ പ്രയോജനങ്ങളുണ്ട്. മനാഫിയോ, മൻഫഅത്ത് ഉണ്ട്. മൻഫഅത്ത് എന്ന് പറഞ്ഞാൽ പ്രയോജനം, അതിന്റെ ബഹുവചനം മനാഫിയോ. അപ്പോ ധാരാളം പ്രയോജനങ്ങൾ നിങ്ങൾക്ക് ഇതില് ഈ കന്നുകാലികളുണ്ട്. അത്
എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രയോജനങ്ങൾ ഇവയുടെ പല സംഗതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും. വെറുതെ കർഷകരുടെ ജീവിതം ഒന്ന് നിരീക്ഷിച്ചാൽ നമുക്ക് എണ്ണി തീർക്കാൻ പറ്റാത്ത അത്രയും പ്രയോജനം അവർ കന്നുകാലികളെ ആശ്രയിച്ചുകൊണ്ട് നേടുന്നത് കാണാൻ കഴിയും. വലി തബ്ലുഹു അലൈഹ ഹാജത്തൻ ഫീ സുദൂരിക്കും, ഇവയുടെ മേൽ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച ഇടങ്ങളിലേക്ക് എത്തുക, ലക്ഷ്യങ്ങളിലേക്ക് എത്തുക എന്ന ആവശ്യവും നിർവഹിക്കപ്പെടുന്നുണ്ട്. വലി തബ്ലുഹു അലൈഹ, ഇവയുടെ മേലായിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ. എവിടെയാണ് എത്തിച്ചേരേണ്ടത്? ഹാജത്തൻ ഫീ സുദൂരിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള, നിങ്ങളുടെ നെഞ്ചകങ്ങളിലുള്ള ചില ലക്ഷ്യങ്ങളുണ്ട്, ചില ആഗ്രഹങ്ങളുണ്ട്. പഴയകാലത്ത് ഹജ്ജ്, ഉംറ പോലെയുള്ളതൊക്കെ നിർവഹിച്ചിരുന്നത് ഇങ്ങനെ ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും ഒക്കെ സവാരി ചെയ്തുകൊണ്ടാണ്. അങ്ങനെയുള്ള ലക്ഷ്യങ്ങളിലേക്ക് എത്തുക എന്നത് മനുഷ്യൻ റിയലൈസ് ചെയ്തത്, സാധ്യമാക്കിയത് ഈ കന്നുകാലികളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ്. അത് മാത്രമല്ല, വേറെയും ഒരുപാട് പ്രയോജനങ്ങൾ നിങ്ങൾക്ക് കന്നുകാലികൾ കൊണ്ടുണ്ട്. വലി തബ്ലുഹു അലൈഹ ഹാജത്തൻ ഫീ സുദൂരിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള നിങ്ങളുടെ പല ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും പൂർത്തീകരിക്കാൻ ഈ കന്നുകാലികൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു. വഅലൈഹ, അപ്പോ ഈ കന്നുകാലികളുടെ മേൽ, വഅലൽ ഫുൽക്കി, അതുപോലെ കപ്പലുകളിലും, തുഹ്മലൂൻ, നിങ്ങൾ വഹിക്കപ്പെടുന്നു. കന്നുകാലികളുടെ മുകളിൽ അതുപോലെ കപ്പലുകളിൽ ഒക്കെയായിട്ട് നിങ്ങൾ സഞ്ചരിക്കുന്നു. നിങ്ങളുടെ ഭാരങ്ങളും അതുപോലെ ചരക്കുകളും ഒക്കെയായിട്ട് നിങ്ങൾ അവ വഹിച്ചുകൊണ്ട് പോകുന്നു. നിങ്ങൾ കന്നുകാലികളുടെ മേൽ നിങ്ങളെയും നിങ്ങളുടെ ഭാണ്ഡങ്ങൾ, നിങ്ങളുടെ ചരക്കുകളെ ഒക്കെയും വഹിച്ചുകൊണ്ടാണ് കന്നുകാലികൾ പോകുന്നത്. അതുപോലെ അള്ളാഹു ചേർത്ത് പറയുകയാണ്, വിശദമായിട്ട് പറയാതെ. അത് ഫുൽക്കാണ്, കപ്പലുകളാണ്. നമുക്കറിയാം, ഭൂമുഖത്തിന്റെ 80% ജലമാണ്, കടൽ ആണ് 80% വരുന്ന ഭാഗം. കരയായും മനസ്സിലാക്കപ്പെടുന്ന ഭാഗത്ത് തന്നെ ധാരാളം ജലസ്രോതസ്സുകൾ വേറെയുമുണ്ട്. അപ്പോ വളരെ കൂടിയ ശതമാനം ഭൂതലം ജലത്തിന്റെ പ്രതലമുള്ളതാണ്. ഇവയിലൊക്കെ മനുഷ്യന് സഞ്ചാരം സാധ്യമായത് അള്ളാഹു വളരെ അത്ഭുതകരമായിട്ട് മനുഷ്യബുദ്ധിയിൽ തോന്നിപ്പിച്ച് പ്രയോഗത്തിൽ കൊണ്ടുവന്ന കപ്പൽ എന്ന പ്രതിഭാസം കാരണമായിട്ടാണ്. നൂഹ് അലൈഹിസ്സലാമിന്റെ കാലത്താണ് മനുഷ്യ സമൂഹം ആദ്യമായിട്ട് കപ്പൽ എന്നൊരാശയം പരിചയപ്പെടുന്നത് തന്നെ. ഖുർആൻ അത് സൂചിപ്പിക്കുന്നുണ്ട്. നൂഹ് അലൈഹിസ്സലാമിന് ദൈവികമായ മാർഗദർശനം ലഭിച്ചത് പ്രകാരമാണ് അദ്ദേഹം ഒരു കുന്നിന്റെ മുകളിലായിട്ട് കപ്പൽ നിർമ്മിക്കാൻ വേണ്ടി ഒരുങ്ങി അത് ആ പണിയിൽ ഏർപ്പെടുന്നത്. ആളുകൾ പരിഹസിക്കുകയായിരുന്നു അദ്ദേഹത്തെ. എങ്ങനെയാണ് നൂഹൻ ഈ കപ്പൽ ഉണ്ടാക്കിയിട്ട് വെള്ളത്തിലേക്ക് കൊണ്ടുപോവുക? ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഒരു വലിയ രൂപമാവൂലേ? അത് വഹിച്ചുകൊണ്ട് പോകാൻ, വെള്ളത്തിന്റെ അരികിലേക്ക് അത് താങ്ങിപ്പിടിച്ച് കൊണ്ടുപോകാൻ നിനക്ക് എങ്ങനെ സാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് പരിഹസിക്കുകയായിരുന്നു ആ ഘട്ടത്തിൽ. പക്ഷെ മനുഷ്യന് അതിജീവനത്തിന് വേണ്ടി, പ്രളയത്തെ അതിജീവിക്കാൻ വേണ്ടി ഒരു സംവിധാനം ആവശ്യമുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം നൂഹ് അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മാർഗദർശനം സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. ഇതൊരു തുടക്കമാണ്. അവിടുന്ന് അങ്ങോട്ട് അത് കഅബയുടെ നിർമ്മാണം പോലെയുള്ള ഒരു തുടക്കമാണ് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കപ്പലിന്റെ നിർമ്മാണം. ബൈബിൾ സ്രോതസ്സുകളിൽ നിന്ന് കാണാനും മനസ്സിലാക്കാനും കഴിയുന്നത് വൃത്താകൃതിയിലായിരുന്നു നോഹയുടെ പെട്ടകം എന്നാണ്. വൃത്താകൃതിയിലുള്ള ഒരു പെട്ടകമാണെങ്കിൽ അതിൽ സഞ്ചാരം സാധിക്കുകയില്ല, ഒരു ദിശയിലേക്ക് അത് നീങ്ങുകയില്ല. അതേസമയത്ത് പ്രളയമുണ്ടായാൽ പൊങ്ങിക്കിടക്കും, പ്രളയത്തെ അതിജീവിക്കും. പ്രളയത്തിന്റെ ഗതിയും ജലത്തിന്റെ ഒഴുക്കിന്റെ ഗതിയൊക്കെ അനുസരിച്ച് കുറേശ്ശെ ഇങ്ങനെ നീങ്ങിപ്പോകും എന്നേ ഉള്ളൂ, ഡ്രിഫ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ.
അതിനെ ചലിപ്പിച്ചൊരു ദിശയിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. കഅബയുടെ നിർമ്മാണവും അതുപോലെ മനുഷ്യന്റെ ആദ്യത്തെ ആർക്കിടെക്ചറൽ ഷേപ്പാണ് കഅബയുടെ ക്യൂബ് ഷേപ്പ്. പിന്നീട് മനുഷ്യൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള എത്ര അത്ഭുതകരമായ കെട്ടിടങ്ങളുടെ രൂപങ്ങളുണ്ട്. അതിന്റെയൊക്കെ പ്രൈമോഡിയൽ ഫോം എന്ന് പറയുന്നത് മക്കയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ആ ഭവനം, ആ കെട്ടിടത്തിന്റെ രൂപമാണ്. അതേപോലെയാണ് കപ്പലുകൾ. കപ്പലുകൾ ഇന്ന് ഏറ്റവും വലിയ വിസ്മയമായിട്ട് മാറിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. ഇപ്പോ പേർഷ്യൻ ഗൾഫിൽ അമേരിക്കയുടെ പടുകൂറ്റൻ പടക്കപ്പൽ എത്തിയിട്ട് നാളുകളായി എന്നാണ് പറയുന്നത്. യുദ്ധത്തിനുള്ള വിസിൽ മുഴങ്ങാൻ കാത്തു നിൽക്കുകയാണ്. അപ്പൊ എത്ര അത്ഭുതകരമായ ഒരു നിർമ്മിതിയാണ് യഥാർത്ഥത്തിൽ കപ്പലുകൾ. എത്ര പടുകൂറ്റൻ ആയുധങ്ങളെയും വിമാനങ്ങളെയും ഒക്കെ വഹിക്കാൻ കഴിയുന്ന അതിഭയങ്കരമായ, വളരെ മാസീവായിട്ട് തന്നെ രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ള കപ്പലുകൾ. ഇതിന്റെയൊക്കെ തുടക്കം ഉണ്ടായിരുന്നു. അത് നോഹയുടെ പെട്ടകത്തിന്റെ ആ വൃത്താകൃതിയിലുള്ള ഒരു അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു കപ്പലായിരുന്നല്ലോ. അപ്പൊ ഇത് ഈ രണ്ടിലുമായിട്ട്, മൃഗങ്ങളിലും അതുപോലെ കപ്പലുകളിലുമായിട്ട് നിങ്ങൾ വഹിക്കപ്പെടുന്നു. നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ കന്നുകാലികൾ നിങ്ങളെ ചുമന്നു കൊണ്ടുപോകുന്നു. അതുപോലെ മറ്റൊരു അത്ഭുതമാണ് കപ്പലുകൾ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഒരു ഓബ്ജക്റ്റ് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ആണ്ടുപോവുകയാണ് ചെയ്യുക. പക്ഷെ ഇവിടെ രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ള കപ്പലിന്റെ ഒരു പ്രത്യേകത, അത് ആണ്ടുപോവാതെ ജലോപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്നു. ഇപ്പോ ജലത്തിനടിയിലൂടെ നീങ്ങുന്ന കപ്പലുകൾ വരെ മനുഷ്യൻ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഇത് മനുഷ്യൻ ചെയ്തു എന്ന് പറയുമ്പോൾ അതിനുള്ള ആശയവും അതിനുള്ള കഴിവും സാധ്യതയും ഒക്കെ അള്ളാഹു തുറന്നു കൊടുത്തുകൊണ്ട് മാത്രമാണ് മനുഷ്യനത് സാധിക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും മനുഷ്യന് കഴിയില്ല. അത് അംഗീകരിക്കാൻ മനുഷ്യൻ കൂട്ടാക്കൂല എന്നുള്ളതാണ് അവന്റെ അഹന്ത വെളിപ്പെടുന്ന ഒരു കാര്യം. അപ്പോ ഈ കന്നുകാലികളിലും അതുപോലെ കപ്പലുകളിലുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് വഹിക്കപ്പെടുന്നു. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുകയാണ്, വയുരീക്കുമായാതിഹി, അവൻ നിങ്ങൾക്ക് അവന്റെ ഇത്തരം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരുന്നു. വയുരീക്കുമായാതിഹി, എന്നിട്ടോ ഫഅയ്യ ആയാത്തില്ലാഹി തുൻകിറൂൻ, എന്നിട്ട് അള്ളാഹുവിന്റെ ഏത് ആയത്താണ് നിങ്ങൾ നിഷേധിക്കാൻ പോകുന്നത് കൂട്ടരെ എന്നാണ് അള്ളാഹിന്റെ ചോദ്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യൻ എത്ര ദുശാഠ്യക്കാരനായതുകൊണ്ട് മാത്രമാണ് അവന് സത്യബോധം ഇല്ലാതായി പോകുന്നത്. അള്ളാഹു മനുഷ്യോൽപത്തിയുടെ മുമ്പ് തന്നെ മനുഷ്യനെ ഭൂമിയിൽ രംഗത്ത് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഈ സാധ്യതകളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മനുഷ്യൻ 1 by 1 ആയിട്ട് ഓരോന്ന് അവന് പ്രയോജനപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്, അവന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നും ആ പ്രക്രിയ അവസാനിച്ചിട്ടില്ല. അതിങ്ങനെ തുടർന്നേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ അതിന് വികസനം എന്നോ അതുപോലെയുള്ള പേരുകളൊക്കെ വിളിച്ചുകൊണ്ട് അതിനെ പരാമർശിക്കുന്നത്. നമ്മളുടെ ജനനം മുതൽ മരണം വരെയുള്ള ഒരു കാലഘട്ടത്തിനുള്ളിൽ തന്നെ ലോകം എത്ര വിസ്മയകരമായ മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ നേരത്തെ സൃഷ്ടിപ്പിൽ അള്ളാഹു ഒരുക്കി വെച്ച സാധ്യതകൾ കാരണമായിട്ടാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ മനുഷ്യൻ ഈ ഒരു സ്പാനിനിടക്ക്, ഒരു ലൈഫ് സ്പാനിനിടക്ക് അവനങ്ങ് ഉണ്ടാക്കി തീർത്ത സംഗതികളൊന്നും അല്ലത്. മനുഷ്യന് കാര്യങ്ങളെ കുറിച്ച് ഒരു ബോധം വരുമ്പോഴത്തേക്ക് തന്നെ ആയുസിന്റെ പകുതി കഴിഞ്ഞിട്ടുണ്ടാവും. ബാക്കി കാലം അവന് ദിശാബോധമുള്ള വിധത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ കുറച്ചൊക്കെ പ്രയോജനപ്പെടുത്താൻ പറ്റുന്നേ ഉള്ളൂ. അത് നേരത്തെ മറ്റു പലരും ചെയ്തതിനെ മുന്നോട്ട് കൊണ്ടുപോവുക, അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങുക എന്നതൊക്കെയാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനെ മാസ്റ്റർ മൈൻഡ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഇലക്ട്രിസിറ്റി പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന വിധത്തില് ഭൂമിയെ രൂപകൽപ്പന ചെയ്തുകൊണ്ട് മാത്രമല്ലേ നമുക്ക് പറ്റുന്നത്. ഇന്റർനെറ്റ് എന്നൊരു സാധ്യത നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന വിധത്തിലാണ് ഈ ഭൂമിയെയും ആകാശത്തെയും അതിന്റെ ഇടയിലുള്ള സ്പേസും ഒക്കെ അള്ളാഹു രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്നതുകൊണ്ടാണ്. പണ്ട് പസഫിക് ഓഷ്യനിലും അതുപോലെ അറ്റ്ലാന്റിക്കിലൂടെയും
ഈ ടെലിഫോൺ കേബിളുകൾ പാസ് ചെയ്തത് ഒരു അതിഗംഭീരമായ അതിവിസ്മയകരമായ ഒരു നാഗരിക മുന്നേറ്റമായിട്ട് ലോകം മനസ്സിലാക്കിയിരുന്നു. എന്നാലോചിച്ച് നോക്കൂ, അതിനൊക്കെ പറ്റുന്ന വിധത്തിലാണ് ഭൂമിയെ അള്ളാഹു രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്നതുകൊണ്ട് മനുഷ്യനത് ഘട്ടം ഘട്ടമായിട്ട് അങ്ങനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നു എന്നതാണ് വസ്തുത. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, വയുരീക്കും ആയാതി, അള്ളാഹു അവന്റെ അതിവിസ്മയകരമായ പ്രതിഭാസങ്ങളായ ആയാത്തുകളെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. എന്നിട്ടോ അയ്യ ആയാത്തില്ലാഹി തുൻകിറൂൻ, എന്നിട്ട് അള്ളാഹുവിന്റെ ഏത് ദൃഷ്ടാന്തത്തെയാണ് കൂട്ടരെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുക? ഇതാണ് അള്ളാഹുവിന്റെ ചോദ്യം. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് ഗാഫിറിലെ 79 മുതൽ 81 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.